പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ സാബത്ത് ദിനം പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ഒരു ഇടപെടൽ. അതായത് ഇന്ന് അച്ഛൻ ബലിയർപ്പിച്ച് ഈ പ്രഭാതത്തിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചെന്താണെന്ന് അറിയാം സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒഴിവായിട്ട് നമുക്ക് ആനന്ദിക്കാൻ പറ്റുമോ? നിങ്ങളൊന്നും പറയും. അതായത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് നമുക്ക് ആനന്ദിക്കാൻ പറ്റുമോ? ഇല്ല. പ്രശ്നത്തിൻ്റെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് തന്നെ ഇതൊന്നും എൻ്റെ അവസാനമല്ല, എൻ്റെ കർത്താവ് എനിക്ക് റിവാർഡ് ഒരു ദിവസം എനിക്ക് തരും, ഞാൻ നല്ലവണ്ണം ഓടി എന്ന് എൻ്റെ ചേതനയേറ്റ ശരീരത്തിൻ്റെ മുൻപിൽ ഒരു പുരോഹിതൻ പറയും. പ്രിയ സഹോദരങ്ങളെ, ആ ദിവസം വരെ ഒന്നിനു പുറകുന്നായി പ്രതികൂലങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. അതാണ് ഇന്നത്തെ വചനം. ഹെബ്രായ 10:39 പിന്മാറി നശിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ അച്ഛൻ പറഞ്ഞു ഓർക്കുന്നില്ലേ, അട്ടായലച്ചൻ അല്ലെങ്കിൽ ഓരോ ആത്മീയ ശുശ്രൂഷയിലും നിൽക്കുന്ന വ്യക്തികൾ. അച്ഛൻ കഴിഞ്ഞ ദിവസം വാഗമണ്ണിൽ പോയി എന്ന് പറഞ്ഞില്ലേ, കുരിശുമല ആശ്രമത്തിൽ സഹോദരങ്ങളെ സന്യാസിമാർ 80 വയസ്സ് 60 വയസ്സ് അവർക്ക് ജീവിതത്തിൽ ആനന്ദം കാണും. ഒന്നുമില്ല അവർക്ക് ലോകത്ത്. അതിലൊരു ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. ഒരു സന്യാസി പറയായിരുന്നേ, ഞങ്ങൾക്ക് ലോകത്തിലേക്ക് ഇറങ്ങാൻ തന്നെ വലിയ താല്പര്യമില്ല. കാരണം ശരിക്കും ഞങ്ങൾക്ക് ആ പ്രാർത്ഥനയുടെ ആംബിയൻസ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. ആത്മീയതയുടെ ഒരു കൃപ പലപ്പോഴും ലോകത്ത് മനുഷ്യർ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അച്ഛാ, ഞങ്ങൾ പറയുന്നത് അവർക്കും മനസ്സിലാവുന്നില്ല. അതായത് അത് ചുമ്മാ പറയുന്നതല്ല സഹോദരങ്ങൾ, അവരുടെ മുഖത്ത് തന്നെ ഒരു തേജസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, പ്രാർത്ഥനയുടെ സമയം 3:45 തൊട്ട് 7 മണി വരെ പ്രാർത്ഥന, 3:45 തൊട്ട് 5 മണി വരെ വാചിക പ്രാർത്ഥന, 5 തൊട്ട് 6 വരെ സൈലൻറ്റ് പ്രാർത്ഥന, അത് കഴിഞ്ഞ് 6 തൊട്ട് 7 വരെ ബലിയർപ്പണം, ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞ് 8:15 തൊട്ട് അധ്വാനം, 10:30 മുതൽ 12 മണി വരെ ജ്ഞാനവായന, 12 തൊട്ട് 12:30 വരെ വീണ്ടും വാചിക പ്രാർത്ഥന, അത് കഴിഞ്ഞ് 2:15 തൊട്ട് വീണ്ടും പ്രയർ, 3 മണിക്ക് കോഫി, അത് കഴിഞ്ഞ് 5:30 വരെ വർക്ക്, 6:30 തുടങ്ങി വീണ്ടും പ്രാർത്ഥന. നമുക്ക് സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ മനുഷ്യൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ഒഴിവായിട്ട് നിങ്ങൾക്ക് എനിക്ക് ദയവ് ചെയ്ത് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് അറിയാം സഹോദരങ്ങൾ, നമ്മൾ കുഞ്ഞു ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരാകരുത്. ഒരു ഭൗതിക കാര്യം മാറിക്കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം വരും. ഫലത്തിൽ നിൻ്റെ 90 വയസ്സ് വരെ നിനക്ക് ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നിനക്ക് സമയമുള്ളത്. ഭൗതികമായ കാര്യങ്ങൾ പൗലോസ്ലീഹൊക്കെ പറഞ്ഞില്ലേ, ഈ ലോകത്തിന് വേണ്ടിയാണ് നിങ്ങൾ യേശുവിൽ പ്രത്യാശ അർപ്പിക്കുന്നതെങ്കിൽ ഹതഭാഗ്യവാന്മാരെന്നല്ല പറയുന്നത് സഹോദരൻ. അതുകൊണ്ട് നമ്മുടെ ആത്മരക്ഷയെ മുൻനിർത്തി, അതായത് ഇന്ന് ഈ പ്രതികൂലം ഇന്ന് ഈ ദിവസത്തിൽ നമ്മുടെ മുൻപിലുള്ള പ്രശ്നം ഉണ്ടല്ലോ, ആ പ്രശ്നത്തിൻ്റെ മേലെ കർത്താവ് ഇത് പരിഹരിക്കുന്നത് അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. ആ പ്രശ്നത്തിൻ്റെ മേലെ കയറി നിൽക്കണം. എന്നിട്ട് അതിന്മേൽ നൃത്തമാടി ആ പ്രശ്നത്തിൻ്റെ നടുവിലും ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് അച്ഛനിന്ന് ബലിയർപ്പിച്ച് ഈശോ നിങ്ങൾക്ക് ആ കൃപ തരിപ്പിന് നോക്കിയേ. നമ്മുടെ താമസിച്ചുള്ള ധ്യാനം, നമ്മുടെ സെൻറ്റ് മേരീസ് റിട്രീറ്റിലെ സെൻറ്ററിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ഭൗതികമായ കുറേ കാര്യങ്ങൾക്കൊക്കെ എംഫസൈസ് കൊടുക്കാറില്ല കേട്ടോ. പ്രശ്നത്തിൻ്റെ മേലെ ചവിട്ടി നിന്ന് അഭിഷേകം പ്രാപിക്കുന്ന ആ ഒരു കൃപയാണ് നമുക്ക് ശരിക്കും അച്ഛനെ കർത്താവ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും നിത്യജീവൻ, ദിവ്യകാരുണ്യം, അങ്ങനെയുള്ള ശരിക്കും പ്രതികൂലത്തിലും വിശ്വാസത്തിൽ ആഴപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു അനോയിൻറ്റിങ് ആണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് നൽകുന്നുണ്ട്, പക്ഷെ അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മെ സംബന്ധിച്ച് കൃപയിൽ ആഴപ്പെടുക, അഭിഷേകത്തിൽ നിറയുക, ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത്. ഈശോ വലിയൊരു കൃപ, പ്രത്യേകിച്ച് ഒക്ടോബർ മാസത്തിൽ താമസിച്ചുള്ള ധ്യാനത്തിന് നിങ്ങൾക്കത് നൽകട്ടെ. ഈശോ പ്രത്യേകമായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ താഴത്ത് ബുക്കിംഗ് നമ്പറൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ബുക്കിംഗ് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമം എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.